നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി കാത്ത് കേരളം. ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ച് സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ്. കണ്ണൂരിൽ പോലീസ് സ്റ്റേഷനിൽ കയറി SHOയെ ആക്രമിച്ചു. ഇലന്തൂർ നരബലി കേസിൽ വിചാരണയ്ക്ക് തുടക്കമായി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം വാച്ചിലേക്ക്. നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ഈ മാസം 17-ന് വിധി പറയും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അന്തിമവാദം പൂർത്തിയായിട്ടുണ്ട്. 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച പ്രതി വന്ദനാദാസിനെ സർജിക്കൽ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതക കേസിൻ്റെ വിധി പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മാസം 17-നാണ് ഈ വന്ദനാദാസ് കൊലപാതകത്തിൽ വിധി പ്രസ്താവിക്കുക. ഈ വിഷയത്തിൽ 3 വർഷമായി തന്നെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2023 മെയ് 10-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്നത്. അന്ന് കൊടുവട്ടൂർ സ്വദേശിയായ സന്ദീപാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വന്ദനാദാസിനെ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. ആശുപത്രിയിൽ പോലീസാണ് ഇദ്ദേഹത്തെ അവിടെ എത്തിച്ചിരുന്നത്. ആ സമയം വന്ദനാദാസ് ചികിത്സയ്ക്കുണ്ടായിരുന്നു. അന്ന് മെഡിക്കൽ വിദ്യാർത്ഥിനിയായ വന്ദനാദാസ് രാവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് നൽകാനായി എത്തിയപ്പോഴാണ് പ്രതി അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയിരുന്നത്. ഈ വിഷയത്തിൽ ആ സമയം നിരവധി സാക്ഷികളെയാണ് കോടതി അണിനിരത്തിയിരുന്നത്. കോടതിയിൽ വന്ന് 70ഓളം സാക്ഷികളുണ്ടായിരുന്നു. അതിൽ 50 പേർ ഡോക്ടർമാരായിരുന്നു. ഡോക്ടർമാർ സാക്ഷികളായ ഏറ്റവും വലിയ കേസുകളിൽ ഒന്നാണ്. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു കേസായി ഇതിനെ പരിഗണിക്കാൻ സാധിക്കും. അതിനുശേഷം തന്നെ പല തവണയുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. തൊണ്ടിമുതലുകളും രേഖകളുമായി തന്നെ നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നു. 22 തൊണ്ടിമുതലും 27 രേഖകളും ഹാജരാക്കിയിരുന്നു. പരമാവധി ശിക്ഷ ഇതുമായി ബന്ധപ്പെട്ട പ്രതിക്ക് നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതുപോലെ തന്നെ കോടതിയിൽ നിരവധി തെളിവുകൾ ഹാജരാക്കിയതുകൊണ്ട് തന്നെ പ്രതിക്കെതിരെ തെളിവുകൾ വ്യക്തമാക്കാൻ സാധിച്ചിരുന്നു. മുൻപ് കേസ് വിചാരണയ്ക്ക് നിശ്ചയിച്ച സമയത്തും പ്രതി ജാമ്യാപേക്ഷമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കൃത്യമായി തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് അന്ന് ജാമ്യം നൽകിയിരുന്നില്ല. വിടുതൽ ഹർജി അടക്കം നൽകിയെങ്കിലും കോടതി അത് തള്ളിയിരുന്നു. ഏതായാലും കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് DYSP ആണ് ഈ കേസ് അന്വേഷിച്ചത്. അതിനെ തുടർന്ന് കൃത്യമായി തെളിവുകൾ ഹാജരാക്കി സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലെല്ലാം കുറ്റപത്രം സമർപ്പിക്കാൻ 90 ദിവസത്തിനുള്ളിൽ തന്നെ സാധിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാതെ പോയത്. ഏതായാലും ഈ വർഷം തന്നെ ആ കേസ് കൃത്യമായി പൂർത്തിയാക്കുകയാണ്. ഈ മാസം 17-ാം തീയതി, അതായത് മാർച്ച് 17-ന് വിധി പ്രസ്താവിക്കുകയാണ്. പരമാവധി ശിക്ഷ പ്രതിക്ക് നേടിക്കൊടുക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഇലന്തൂർ നരബലി കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ്. സംഭവം നടന്ന് 4 വർഷമാകുമ്പോൾ വിചാരണ നടപടികൾ ആരംഭിക്കുകയാണ്. പ്രതികൾക്ക് വധശിക്ഷ കിട്ടുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പഴങ്കഥകളിലും മറ്റുമായി മാത്രം കേട്ടറിവുള്ള നരബലി ഈ നൂറ്റാണ്ടിലും സംഭവിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വസ്തുതയായിരുന്നു ഇലന്തൂരിൽ നടന്നത്. കേരളത്തെ മാത്രമല്ല, രാജ്യത്തെ തന്നെ നടുക്കിയ ഇലന്തൂർ ഇരട്ട നരബലി നടന്നിട്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ 3 ആണ്ട് പിന്നിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 5-ൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ച ഈ വേളയിൽ എന്തായിരുന്നു ഇലന്തൂർ ഇരട്ട നരബലി എന്ന് പരിശോധിക്കാം. 2022 ഒക്ടോബർ 11-നാണ് സംഭവം. പത്തനംതിട്ട പുളിയംതിട്ട കാരംപള്ളി റോഡിൽ മധ്യഭാഗത്തായുള്ള കടകംപള്ളി എന്ന വീട്ടിലേക്ക് പോലീസ് എത്തുന്നത് കണ്ട് നാട്ടുകാരും പിന്നാലെ മാധ്യമങ്ങളും ഓടിപ്പാഞ്ഞു. പകൽ പോലും ഇരുട്ട് മൂടി നിന്ന വീട്ടിൽ ഒളിഞ്ഞിരുന്നത് ഞെട്ടിക്കുന്ന കൊലപാതക കഥ. 2 സ്ത്രീകളെ കൊലപ്പെടുത്തി തുണ്ടം തുണ്ടമാക്കി പൂജ നടത്തി വീടിന് സമീപത്ത് 2 കുഴികളിലായി ഇട്ട സംഭവമാണ് പുറത്തുവന്നത്. ഇതിനുശേഷം മാംസം വേവിച്ച് ഭക്ഷിച്ചുവെന്ന കണ്ടെത്തൽ അതിലേറെ ഞെട്ടലും അറപ്പും ഉളവാക്കിയതാണ്. ഇലന്തൂരുകാർക്ക് സുപരിചിതനായ നാട്ടുവൈദ്യൻ 72-കാരനായ ഭഗവത് സിംഗ് ആയിരുന്നു കുറ്റകൃത്യത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ. കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നത് 2ാം ഭാര്യ ലൈല, ഗാന്ധിനഗറിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മുഹമ്മദ് ഷാഫി. അങ്ങനെ കേസിൽ 3 പ്രതികൾ. ലോട്ടറി വിൽപ്പനക്കാരായ കാലടി സ്വദേശി റോസ്ലി എന്ന 49-കാരി, തമിഴ്നാട് സ്വദേശിനി പത്മം എന്ന 52-കാരി എന്നിവരാണ് നരബലിക്ക് ഇരയായി കൊല്ലപ്പെട്ടത്. ഒരു മിസ്സിംഗ് കേസിന്റെ അന്വേഷണമാണ് ഞെട്ടിക്കുന്ന ഈ കൊലപാതക വാർത്ത പുറത്തുവരാൻ കാരണം. പത്മയെ കാണാനില്ലെന്ന് സഹോദരിയും മകനും നൽകിയ പരാതിയെ തുടർന്ന് കടവന്ത്ര പോലീസ് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. റോസ്ലിയുടെ മകളും പോലീസിൽ പരാതി നൽകി. തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. പത്മയുടെ കേസിലെ ചോദ്യം ചെയ്യലിലാണ് റോസ്ലിനെയും നരബലി നൽകിയെന്ന് ഭഗവത് സിംഗ് വെളിപ്പെടുത്തിയത്. രാത്രി ആഭിചാര പൂജകൾക്കിടെയായിരുന്നു 2 നരബലികളും നടന്നത്. 15 ലക്ഷം രൂപ പ്രതിഫലത്തിന് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് പത്മയെയും റോസ്ലിനെയും എത്തിച്ചത്.
പിന്നാലെ ഇരുവരെയും കഴുത്തറുത്ത് ബലിയർപ്പിക്കുകയായിരുന്നു. തലയറുത്ത് കൊലപ്പെടുത്തിയ ശേഷം കൈകളും മറ്റും വെട്ടിമാറ്റി ഭഗവത് സിംഗ് വീടിന് സമീപം കുഴിച്ചിട്ടു. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയായിരുന്നു ഈ നരബലി. മുഹമ്മദ് ഷാഫിക്ക് നേരിട്ടറിയാവുന്ന സ്ത്രീകളാണ് കൊല്ലപ്പെട്ടവരെന്നാണ് വിവരം. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് ഇയാൾ തിരുവല്ല സ്വദേശിയായ ഭഗവത് സിംഗിനെയും ദമ്പതിയെയും പരിചയപ്പെടുന്നത്. സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ആഭിചാരക്രിയ ചെയ്യണമെന്ന് ഭഗവത് സിംഗിനെ ബോധ്യപ്പെടുത്തിയതും ഇയാൾ തന്നെ. പിന്നാലെയാണ് 3 പേരും ഉൾപ്പെട്ട കൊടും പാതകം നടന്നത്. ഈ കേസിൽ കേരളം കാത്തിരിക്കുന്ന ഒന്ന് മാത്രം: പ്രതികൾക്കുള്ള ശിക്ഷാവിധി. കേസിൽ കുറ്റക്കാർക്ക് വധശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിന്. അങ്കമാലിയിലെ ജസ്ലിയയുടെ മരണം അങ്ങേയറ്റം ദാരുണമായിരുന്നു. പഠനത്തോടൊപ്പം തന്റെ ചെലവുകൾക്കായി പാർട്ട് ടൈം ജോലി ചെയ്ത് മുന്നോട്ടു പോവുകയായിരുന്ന ആ പെൺകുട്ടിയുടെ ജീവൻ കവർന്നത് യുവ ഡോക്ടറുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയായി ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്ന സിറിയക് ജോർജ് തന്റെ വാഹനം നിർത്തി ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജസ്ലിയ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. കഴിഞ്ഞ 28-ാം തീയതിയാണ് അങ്കമാലിയിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥി ജസ്ലിയ ജോൺസന് വാഹനാപകടമുണ്ടാകുന്നത്. രാത്രി തന്റെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അമിത വേഗത്തിലെത്തിയ കാർ പെൺകുട്ടിയെ ഇടിച്ചു വീഴ്ത്തുന്നത്. ആ സമയം കാറിലുണ്ടായിരുന്ന 2 പേരാണ്. കാർ ഓടിച്ച ആളെ പറ്റിയുള്ള വിവരങ്ങൾ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് കാറിലുണ്ടായിരുന്ന 2ാമത്തെയാൾ, അദ്ദേഹത്തിന്റെ ഒപ്പം പഠിച്ച അക്ഷയ് എന്ന ആൾ കാർ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാക്കുന്നു. തുടർന്ന് വാഹനത്തിന്റെ രേഖകളും മറ്റും പരിശോധിച്ച് കാർ ഓടിച്ച ആരാണെന്നുള്ള വിവരം പോലീസ് കണ്ടെത്തും. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്തുവാനും കസ്റ്റഡിയിലെടുക്കുവാനും പോലീസിന് ആദ്യഘട്ടത്തിൽ കഴിയുന്നില്ല. തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോകുന്നു എന്നൊരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പിതാവിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ സക്കറിയ ഒളിവിൽ പോകുന്നതിന് പിതാവ് സഹായിച്ചു എന്ന ഒരു കണ്ടെത്തൽ പോലീസിനുണ്ടാകുന്നു. തുടർന്ന് പിതാവിനെ അറസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിടുന്നുണ്ടെങ്കിലും സക്കറിയ എവിടെയാണെന്നുള്ള ചില നിർണായക വിവരങ്ങൾ പോലീസിന് പിതാവിൽ നിന്ന് ലഭിക്കുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വാഗമണിൽ നിന്നാണ് സക്കറിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി നിലവിൽ അദ്ദേഹം റിമാൻഡിൽ തുടരുകയാണ്. ജസ്ലിയ പഠിക്കാൻ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു. പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്തായിരുന്നു ഈ പെൺകുട്ടി പഠനത്തിന് ആവശ്യമായ തുക കണ്ടെത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ സ്പോർട്സിലും മറ്റും സജീവമായ പെൺകുട്ടി, കോളേജിൽ എല്ലാവർക്കും ഏറെ സ്വീകാര്യമായ ഒരു പെൺകുട്ടി കൂടിയാണ്. തൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുകൾ ഒരിക്കലും തൻ്റെ പഠനത്തെ ബാധിക്കരുത് എന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ച് പാർട്ട് ടൈം ജോലി ചെയ്ത് പണം കണ്ടെത്തി തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ ആ കുടുംബം തയ്യാറായി. അത് ആ പെൺകുട്ടിയുടെ ആഗ്രഹമായിരുന്നുവെന്നും ആ കുടുംബം പറയുന്നുണ്ട്. ഏതായാലും ജസ്ലിയ ഓർമ്മയാകുന്നു. ജസ്ലിയ മരണപ്പെടുമ്പോൾ ആ മരണത്തിന് വഴിവെച്ചത് ഒരു ഡോക്ടർ ആണെന്നുള്ള വിവരം പൊതുസമൂഹം അറിഞ്ഞപ്പോൾ വീണ്ടും ഞെട്ടുകയായിരുന്നു. ഏതായാലും പെൺകുട്ടിയുടെ അപകടത്തിന് കാരണമായ യുവ ഡോക്ടർ സക്കറിയ ജോർജ് നിലവിൽ കസ്റ്റഡിയിലാണ്. ഏതായാലും ഈ കേസിൽ പോലീസിന്റെ ഇടപെടലാണ് പ്രതിയിലേക്ക് അന്വേഷണം എത്തുന്നതിന് വഴിയൊരുക്കിയത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. ഏതായാലും ജസ്ലിയ മൺമറഞ്ഞു പോയെങ്കിലും ജസ്ലിയയ്ക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം കുടുംബം നടത്തുകയാണ്. ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവം നമ്മെ ഈ വാരം ഞെട്ടിച്ച ഒരു വാർത്തയാണ്. ആര്യനാട് പറണ്ടോട് സ്വദേശി ആനന്ദാണ് മരിച്ചത്. കഴിഞ്ഞ 5 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് യുവാവ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. ഓൺലൈൻ വഴിയെടുത്ത ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പറണ്ടോട് ബൗണ്ടർമുക്ക് മഞ്ചാടിവിള സ്വദേശി 21-കാരൻ ആനന്ദാണ് ജീവനൊടുക്കിയത്. ലോൺ മാഫിയ ആനന്ദിന്റെ ഫോട്ടോകൾ അശ്ലീലമായി മോർഫ് ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തിരുന്നു. ഇതിലുണ്ടായ കടുത്ത മനോവിഷമമാണ് യുവാവ് ജീവനൊടുക്കാൻ കാരണമായത്. പ്രതികൾ ഭീഷണി മുഴക്കി അയച്ച വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവന്നു. മാർച്ച് 4-ന് ഉച്ചയ്ക്ക് ജോലിസ്ഥലമായ പുളിമൂടുള്ള ടയർ കടയിൽ വെച്ചാണ് ആനന്ദ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. അവശനിലയിൽ കണ്ടെത്തിയ ആനന്ദിനെ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചു. 5 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ യുവാവ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ നാട്ടുകാരും കുടുംബവും വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. മകൻ വലിയ സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. പ്രതികളെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജി മലയാളം ന്യൂസ്, തിരുവനന്തപുരം.
മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ച് സൈബർ തട്ടിപ്പ്. ഇത്തരം തട്ടിപ്പുകൾ മുന്നറിയിപ്പുമായി പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ പരസ്യങ്ങൾ നൽകി പുതിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് നടക്കുന്നത്. ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ച് വ്യാജ പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് നിങ്ങളുടെ ഫോണിൽ ഫോൺ പേ ആപ്പ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ 12,000 രൂപ സമ്പാദിക്കാം എന്ന തരത്തിലുള്ള സന്ദേശം നൽകിയാണ് ഈ തട്ടിപ്പിന്റെ തുടക്കം. മുഖ്യമന്ത്രിയുടെ ചിത്രം വ്യാജമായി ഉപയോഗിച്ചു വരുന്നതിനാൽ പരസ്യത്തിന് കൂടുതൽ വിശ്വാസ്യത തോന്നി തട്ടിപ്പ് തിരിച്ചറിയാതെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ മൊബൈൽ ഫോണിൽ ഫോൺ പേ ആപ്പ് സ്വയം തുറക്കുന്നതായും അവിടെ 1499 എന്ന തുക കാണിക്കുകയും ചെയ്യുന്നു. തുക ലഭിക്കാനായി പിൻ നമ്പർ നൽകുന്നതോടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത് പണം ലഭിക്കുന്ന പേജല്ല, മറിച്ച് 1499 രൂപ പണം നൽകാനുള്ള റിക്വസ്റ്റ് പേയ്മെന്റ് പേജാണ്. ഇത് മനസ്സിലാക്കാതെ പിൻ നമ്പർ നൽകുമ്പോൾ തുക നേരിട്ട് തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പണം സമ്പാദിക്കാനുള്ള എളുപ്പമാർഗം, പ്രമുഖരുടെ ചിത്രങ്ങൾ അടങ്ങിയ പരസ്യങ്ങൾ എന്നിവ സൈബർ തട്ടിപ്പുകളാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. UPI ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ പിൻ നൽകുന്നത് പണം സ്വീകരിക്കാനല്ല, പണം അയക്കാനാണെന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇത്തരത്തിലുള്ള സംശയാസ്പദമായ പരസ്യങ്ങൾ കണ്ടാലുടൻ റിപ്പോർട്ട് ചെയ്യാനാണ് പോലീസ് നിർദ്ദേശം. സൈബർ തട്ടിപ്പിന് ഇരയായാൽ ഉടൻ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ ദേശീയ സൈബർ ക്രൈം പോർട്ടലായ cybercrime.gov.in പരാതി നൽകാം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ പോലും പോലീസിന് മർദ്ദനം നേരിടേണ്ടി വരുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ്. കണ്ണൂരിലാണ് പോലീസ് സ്റ്റേഷനിൽ കയറി SHOയെ ആക്രമിച്ചത്. സംഭവത്തിൽ പ്രതികൾ CPM പ്രവർത്തകരാണ് എന്നതും ശ്രദ്ധേയമാണ്. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷജീർ ഇക്ബാലിനെ മർദ്ദിച്ച കേസിലെ പ്രതിയായ CPM പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ കയറി SHOയെ ആക്രമിച്ചത്. 15 CPM പ്രവർത്തകരായിരുന്നു ഇതിന് പിന്നിൽ. കേസിൽ അറസ്റ്റിലായ CPM പ്രവർത്തകനെ മോചിപ്പിക്കാനെത്തിയ സംഘം SHOയുടെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയും പോലീസുകാരെ ചീത്ത പറയുകയും ചെയ്തു. ഫെബ്രുവരി 25 ഉച്ചയ്ക്ക് 1:15 പെരിങ്ങോം ടൗണിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാനെത്തിയ ഷജീർ ഇക്ബാലിനെ മർദ്ദിച്ച 7 അംഗ CPM സംഘത്തിൽപ്പെട്ട പെരളം സ്വദേശി CV വിഷ്ണുപ്രസാദിനെയാണ് SHO TK മുകുന്ദൻ, SI സവ്യസാജി, ഗ്രേഡ് ASI മോഹനൻ, CPO പ്രമോദ് എന്നിവർ ചേർന്ന് വീട്ടിൽ നിന്ന് പിടികൂടിയത്. വിവരമറിഞ്ഞതിന് പിന്നാലെ രാത്രി എത്തിയാണ് CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കടന്നത്. SHO മുകുന്ദനോട് നീ ആരാടാ, CPM നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ, നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ഭീഷണിപ്പെടുത്തുകയും കേട്ടാലറയ്ക്കുന്ന അശ്ലീല ഭാഷയിൽ ചീത്ത വിളിക്കുകയും ചെയ്തു. സംഘത്തിലുണ്ടായിരുന്ന നിധിൻ SHOയെ കൈനീട്ടി അടിക്കാൻ നോക്കിയെങ്കിലും സാധിക്കാതെ വന്നതോടെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയായിരുന്നു. ഈ സമയം കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി വിഷ്ണുപ്രസാദ് നിന്നെ വിടിലട എന്ന് ആക്രോശിച്ച് SHOയെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ പോലീസുകാർ ബലം പ്രയോഗിച്ച് ഇയാളെ സെല്ലിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് അക്രമി സംഘത്തിലെ മറ്റ് പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കി. സിധിൻ, രാധാകൃഷ്ണൻ, മനീഷ്, അറസ്റ്റിലായ പ്രതി CV വിഷ്ണുപ്രസാദ് എന്നിവരുടെയും കണ്ടാലറിയാവുന്ന 10 പാർട്ടി പ്രവർത്തകരുടെയും പേരിൽ കേസെടുത്തിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, കണ്ണൂർ. മലപ്പുറത്ത് മഖാമിലെ നേർച്ചപ്പെട്ടി കൊള്ളയടിച്ച മോഷ്ടാവ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി മുജീബിനെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെയാണ് നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് പണം മോഷ്ടിച്ചത്. കോട്ടക്കൽ പോലീസിന്റെ കീഴടത്തിൽ ഒരു പൊൻതൂവൽ കൂടി നേടിക്കൊടുത്തിരിക്കുകയാണ് 2 ദിവസത്തിനകം മോഷണക്കേസ് പ്രതിയെ പിടികൂടിയ സംഭവം. കോട്ടക്കൽ പാലപ്പുറ മഖാമിലെ നേർച്ചപ്പെട്ടി പൊളിച്ച് പണം മോഷ്ടിച്ച സംഭവത്തിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവിനെയാണ് കോട്ടക്കൽ പോലീസ് പിടികൂടിയത്. കോഴിക്കോട് ബാലുശ്ശേരി പുനൂർ സ്വദേശി കക്കാട്ടുമ്മൽ വീട്ടിൽ മുജീബാണ് പ്രതി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മുജീബിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി 8ഓളം മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തി. കുന്നംകുളം, തിരൂരങ്ങാടി, പൊന്നാനി, മാവൂർ, കോട്ടയ്ക്കൽ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. തിരൂരങ്ങാടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 1 വർഷം മുൻപാണ് മുജീബ് മഞ്ചേരി ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയത്. ഭാര്യയും 4 മക്കളുമുള്ള ഇയാൾ കുടുംബത്തെ ഉപേക്ഷിച്ച് മോഷണം തൊഴിലാക്കുകയായിരുന്നു.
ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് പാലപ്പുറം മഖാമിന്റെ ഗ്രിൽ തകർത്ത് അകത്തുകടന്ന് നേർച്ചപ്പെട്ടിയിൽ നിന്ന് പണം കവർന്നത്. മഖാമിൽ സിയാറത്തിന് വരുന്ന വിശ്വാസികൾ നേർച്ചയാക്കുന്ന തുകയാണ് നേർച്ചപ്പെട്ടിയിൽ ഉണ്ടാവാറുള്ളത്. എല്ലാ ശനിയാഴ്ചയുമാണ് നേർച്ചപ്പെട്ടി തുറന്ന് പണം എണ്ണി തിട്ടപ്പെടുത്താറുള്ളത്. എന്നാൽ അതിനു മുൻപായി തന്നെ മോഷണം നടന്നതുകൊണ്ട് എത്ര തുക നഷ്ടപ്പെട്ടു എന്നതിൽ വ്യക്തതയില്ല. കോട്ടയ്ക്കൽ SI സുരേഷ്, SI സെബാസ്റ്റ്യൻ, ASI മാരായ അനീഷ് ചാക്കോ, ഹജീബ്, CPO അഭിലാഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജി മലയാളം ന്യൂസ്, മലപ്പുറം. രണ്ടാഴ്ചക്കിടെ നഷ്ടപ്പെട്ട 43 മൊബൈൽ ഫോണുകളാണ് വയനാട് പോലീസ് കണ്ടെത്തിയത്. അത്തരത്തിൽ മൊബൈൽ ഹണ്ടിലൂടെ 2019 മുതൽ ഇതുവരെ ജില്ലയിൽ തിരിച്ചെടുത്ത് ഉടമസ്ഥർക്ക് കൈമാറിയത് 367 ഫോണുകളാണ്. വയനാട് പോലീസിന്റെ പ്രത്യേക ഡ്രൈവിൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രണ്ടാഴ്ചക്കിടെ തിരിച്ചെടുത്ത് ഉടമസ്ഥർക്ക് കൈമാറിയത് നഷ്ടപ്പെട്ട 43 മൊബൈൽ ഫോണുകളാണ്. ജില്ലാ പോലീസ് മേധാവി അരുൺ കെ പവിത്രൻ IPSന്റെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി 20 മുതൽ മാർച്ച് 7 വരെ നടത്തിയ ഡ്രൈവിലാണ് ഇത്രയും ഫോണുകൾ കണ്ടെത്തിയത്. 2019 മുതൽ ഇതുവരെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി അന്വേഷിച്ച് കണ്ടെത്തി ഉടമസ്ഥർക്ക് 367 മൊബൈൽ ഫോണുകൾ കൈമാറിയിട്ടുണ്ട്. CEIR പോർട്ടലിന്റെ സഹായത്തോടെയാണ് പോലീസ് നഷ്ടപ്പെട്ട ഫോണുകൾ കണ്ടെത്തിയത്. സ്റ്റേഷൻ അടിസ്ഥാനത്തിൽ ബത്തേരി സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ ഫോണുകൾ കണ്ടെത്തി കൈമാറിയത്. ജി മലയാളം ന്യൂസ്, വയനാട്. കോട്ടയം പൊൻകുന്നത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം സ്വദേശികളായ സാജൻ അനീഷ ദമ്പതികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിൽ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ ദമ്പതികളുടെ മൃതദേഹത്തിന് സമീപം ഇവരുടെ കുട്ടിയുമുണ്ടായിരുന്നു. ആലപ്പുഴ മാന്നാർ സ്വദേശികളാണ് മരിച്ച സാജൻ, ഭാര്യ അനീഷ എന്നിവർ. ഈ മാസം 9-ാം തീയതിയാണ് ഇരുവരെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രക്തം വാർന്ന നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ. ഒരാഴ്ച മുൻപാണ് കോട്ടയം പൊൻകുന്നത്തെ വാടക വീട്ടിൽ ഇരുവരും എത്തുന്നത്. പുലർച്ചെ കുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടതിനെ തുടർന്നാണ് വീട്ടുടമ ശ്രദ്ധിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ വീട് അടച്ച നിലയിലായിരുന്നു. പിന്നാലെ ഇവരെ ഇവിടെ എത്തിച്ചയാളുമായി വീട്ടുടമ ബന്ധപ്പെട്ടു. തുടർന്ന് ഇരുവരും ചേർന്ന് മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കുകയായിരുന്നു. അപ്പോഴാണ് ഹാളിൽ ദമ്പതികൾ രക്തത്തിൽ കുളിച്ച നിലയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടത്. സമീപത്തായി ഇവരുടെ 3 വയസ്സ് പ്രായമുള്ള കുട്ടിയും ഉണ്ടായിരുന്നു. കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബലപ്രയോഗത്തിന്റെ സാഹചര്യങ്ങളൊന്നും വീട്ടിലില്ലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. കുട്ടിയെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. വീട്ടിനുള്ളിൽ നിന്നും ബഹളം കേൾക്കാറുണ്ടെന്നായിരുന്നു വീട്ടുടമ പോലീസിനെ അറിയിച്ചത്. ഇവർ കടുത്ത സാമ്പത്തിക പ്രശ്നം നേരിട്ടിരുന്നതായാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ജി മലയാളം ന്യൂസ്, കോട്ടയം. അടുത്തിടെ നടു റോഡിൽ യുവതി നടത്തിയ പരാക്രമം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഗതാഗതം തടസ്സപ്പെടുത്തി റോഡിൽ നിന്ന് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് മുല്ലശ്ശേരിയിലുണ്ടായ സംഭവത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി. നീ എന്നെ തള്ളക്ക് നീ ഇവിടെ പോകില്ല. നെടുമങ്ങാട് മുല്ലശ്ശേരിയിലെ റോഡിലാണ് സംഭവം. ഭർത്താവ് സുധീഷ് പെട്രോൾ വാങ്ങാൻ പോയ തക്കം നോക്കി തനിച്ചായിരുന്ന തന്നെ ഒരു സംഘം സദാചാരത്തിന്റെ പേരിൽ ആക്രമിച്ചെന്നാണ് യുവതിയുടെ പരാതി. വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തങ്ങൾ ദമ്പതികളാണെന്ന് രേഖകൾ സഹിതം തെളിയിച്ചിട്ടും ആക്രമികൾ പിന്മാറാൻ തയ്യാറായില്ലെന്നാണ് യുവതിയുടെ ആരോപണം. മടങ്ങിയെത്തിയ സുധീഷിനെയും മൃഗീയമായി തല്ലിച്ചതച്ചതായും പറയുന്നു. വഴിയിൽ പെട്രോൾ തീർന്ന് വണ്ടി നിന്നു പോയതിനെ തുടർന്നാണ് തങ്ങൾ റോഡിൽ നിന്നതെന്നാണ് യുവതി പറയുന്നത്. എന്നാൽ പരാതിക്കാരിയായ യുവതിയാണ് റോഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ജി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. സമീപകാലത്ത് നാം ഏറ്റവും അധികം കേട്ടിട്ടുള്ള തട്ടിപ്പുകളിൽ ഒന്നാണ് ലോൺ ആപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. കൃത്യസമയത്ത് ലോൺ അടച്ചാലും ഇല്ലെങ്കിലും ഭീഷണിയാണ്. ആ ഭീഷണി പലരുടെയും ജീവൻ കവരും. ലോൺ ആപ്പുകളും തട്ടിപ്പുകളും നിയമവഴികൾ നോക്കാം. പ്രത്യേക സെഗ്മെന്റ് ജൂറിസ്. ഫിൻടെക് കമ്പനീസ് വന്നതിന് ശേഷം, അതായത് ഫിൻടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ടെക്നോളജിക്കൽ സപ്പോർട്ട് തരുന്ന കമ്പനീസ് വന്നതിന് ശേഷമാണല്ലോ ഈ ഓൺലൈനായിട്ട് ഡിജിറ്റൽ മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. അതിന് മുമ്പ് നമ്മൾ പൈസ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ കറൻസി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, കറൻസി ആയിട്ട് പിൻവലിക്കുന്നു, കറൻസി ആയിട്ട് ട്രാൻസാക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഡിജിറ്റൽ മണി വന്നതിന് ശേഷമാണ് ഈ ഫിൻടെക് കമ്പനീസിനുള്ള ഒരു വലിയൊരു സാധ്യത ഇന്ത്യയിൽ തുറന്നു കിട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ UPI ബേസ്ഡ് പേയ്മെൻറ്റ്സും QR കോഡ് ബേസ്ഡ് പേയ്മെൻറ്റ്സും ഒക്കെ വന്നതെല്ലാം ഈ ഫിൻടെക് കമ്പനീസിൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റോട് കൂടിയിട്ടാണ്.
അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത സാധ്യത എന്ന് പറയുന്നത് ഒരാളുടെ ട്രാൻസാക്ഷൻ ബേസിസിൽ അദ്ദേഹം ഈ UPI ബേസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ വഴി ട്രാൻസാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ട്രാൻസാക്ഷൻ വഴി അവരുടെ ഒരു ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി, അതിൻ്റെ ഡേറ്റ ഈ കമ്പനീസിന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇത്തരം ഡിജിറ്റൽ ലെൻഡിങ് ആപ്സുകൾ വരുന്നത്. ഈ ഡിജിറ്റൽ ലെൻഡിങ് ആപ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർ ഓൺലൈൻ വഴി നമ്മൾക്ക് യാതൊരു പേപ്പേഴ്സോ അല്ലെങ്കിൽ നമ്മളുടെ യാതൊരു ഡോക്യുമെൻറ്റേഷനൊന്നും ഇല്ലാതെ തരുന്ന ലോണുകളാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് എന്താണ് അതിനുള്ള ക്രെഡിബിലിറ്റി? ആ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ചില പെർമിഷൻസാണ്. എന്തൊക്കെ പെർമിഷൻസ് എടുക്കുന്നുണ്ടാവും? ചില ആപ്പുകളിൽ ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ അവർ ഇൻസ്ട്രക്ട് ചെയ്യുന്ന പോലെ ലെഫ്റ്റിലോട്ട് തിരിയുക, റൈറ്റിലോട്ട് തിരിയുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന ആക്സസ് എന്താ? നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലേക്കുള്ള ആക്സസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ റിമോട്ടായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് അവർക്ക് നമ്മളുടെ ഫോണിൻ്റെ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ അവർക്ക് നമ്മളുടെ ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഫോണിലുള്ള എല്ലാ വൈറ്റൽ ഡേറ്റയിലേക്കുമുള്ള ആക്സസും നമ്മൾ അറിയാതെ അവർക്ക് കൊടുക്കുക ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ കോൺടാക്ട്സ്, നമ്മളുടെ വാട്സാപ്പ്, നമ്മളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, നമ്മളുടെ ഗാലറി, ഇതെല്ലാം അവർക്ക് ഇതിലൂടെ ആക്സസ് കിട്ടുകയാണ്. ഈവൻ ക്യാമറ, മൈക്രോഫോൺ, ഇതിലോട്ടെല്ലാം ആക്സസ് കിട്ടുന്ന വഴി നമ്മൾ ഏറെക്കുറെ നമ്മളുടെ എല്ലാ പ്രൈവസിയും അവിടെ അടിയറവ് വയ്ക്കുകയാണ്. അപ്പോൾ ഈ കൊളാട്രലായിട്ട് അവർക്ക് കിട്ടുന്നത് എന്താണ്? ആ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൈവസിയുടെ മുകളിലുള്ള ടോട്ടൽ കൺട്രോളാണ്. അപ്പോൾ ആ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ നമ്മളുടെ ഡേറ്റയെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിജിറ്റൽ ലെൻഡിങ് ആപ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നിയമങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 റിസർവ് ബാങ്ക് ഡിജിറ്റൽ ലെൻഡിങ് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു നിയമം, ഒരു റെഗുലേഷൻസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് 2025 മെയ് 8 മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. അതിനെ വീണ്ടും അഡ്വാൻസ് ചെയ്തിട്ട് റെസ്പോൺസിബിൾ ബിസിനസ് കോണ്ടക്ട് ഡയറക്ഷൻസ് തൊട്ട് 2026 ഗവൺമെൻറ് ഡ്രാഫ്റ്റ് പബ്ലിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിലവിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ പ്രകാരം റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണെങ്കിൽ, അതായത് നിങ്ങൾ ഓൺലൈൻ ആപ്പ് വഴി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് ഒരു ഡിജിറ്റൽ ലെൻഡിങ് ഏജൻസിയാണ്. അത് റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു ഏജൻസി ആണെങ്കിൽ അവർക്ക് ചില നിയമങ്ങൾ ബാധകമാണ്. ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഫോണിൽ ഈ പറഞ്ഞ മുകളിൽ ക്രൂഷ്യലായിട്ടുള്ള യാതൊരു ഡേറ്റയുടെ മുകളിലും അവർക്ക് ആക്സസ് ഉണ്ടാവില്ല. ആ ആക്സസ് കൊടുത്താൽ തന്നെയും KYC റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ലിമിറ്റഡ് പർപ്പസിനല്ലാതെ അവർ ഉപയോഗിക്കാൻ പാടില്ല. റിക്കവറിക്ക് വേണ്ടി വിളിക്കുന്ന ആൾക്കാർ രാവിലെ 8 മണിക്കും രാത്രി 7 മണിക്കും ഇടയിൽ മാത്രമേ വിളിക്കാവൂ. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പോലും അവർ നമ്മുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ നമ്മളുടെ കോൺടാക്റ്റിലുള്ള ആരെയുമോ വിളിക്കാനുള്ള അവകാശം അവർക്കില്ല. വാട്സാപ്പ് വഴി മെസ്സേജുകൾ അയക്കാൻ പോലും നമുക്കെന്നല്ല, നമ്മൾ റിലേറ്റീവ്സിന് മാത്രമല്ല നമുക്ക് പോലുള്ള മെസ്സേജസ് അയക്കാൻ റെഗുലേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ത്രെട്ടനിങ് മെസ്സേജസ് അയക്കുക, കോൺടാക്ട്സ് മിസ്യൂസ് ചെയ്തിട്ട് അതിലോട്ട് ആക്സസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസ് എടുത്തിട്ട് ആ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് പടങ്ങൾ അയക്കുക. ചില ഫോട്ടോസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ ഷർട്ടില്ലാതിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കോംപ്രമൈസിങ് സ്റ്റേറ്റിലിരിക്കുന്ന പോലെയൊക്കെ മോർഫ് ചെയ്തിട്ട് ഏത് സഹായത്തിലൊക്കെ ചെയ്യുന്നതായിരിക്കാം. അത് അവരുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അതൊന്നും അല്ലെങ്കിൽ ഇവരുടെ വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവന് ഇതുപോലെ പൈസ കടം മേടിച്ച് തരാത്ത ആളാണ് എന്നുള്ള രീതിക്ക് സർക്കുലേറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതെല്ലാം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലീഗൽ ആപ്സാണ്. ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ അകത്ത് വരുന്ന ഡിജിറ്റൽ ലെൻഡിങ് ഏജൻസീസിൻ്റെ ഒരു ഡയറക്ടറി റിസർവ് ബാങ്ക് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പുതിയതായിട്ട് അപ്രൂവൽ കൊടുക്കുന്ന എല്ലാവരുടെയും പേരുകൾ അതിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു പബ്ലിഷ്ഡ് കമ്പനിയാണോ. പിന്നെ അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ആപ്സും ഉണ്ട്. ഇല്ലീഗൽ ആപ്സ് ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. അത് ഒരു പക്ഷേ വേറെ രാജ്യങ്ങളിൽ നിന്നായിരിക്കാം, അതിൻ്റെ ഹാൻഡിലേഴ്സ് പുറത്തുനിന്നായിരിക്കാം. ഇവിടത്തെ റെഗുലേഷൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഏതെങ്കിലും ചെറിയ NBFC ആയിട്ടൊക്കെ എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ബേസിസിൽ ടൈപ്പ് ഉണ്ടാക്കി ഇവിടുത്തെ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് വന്നിട്ട് പൂൾ അക്കൗണ്ട്സ് വഴിയായിരിക്കാം അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആപ്പുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ കാണിക്കുന്നതിൻ്റെ ഡിലിജൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആപ്പുകൾ പൈസകൾ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയറക്ടറിയിൽ ലിസ്റ്റഡ് കമ്പനി ആണോ എന്നുള്ളത് നോക്കുക. ഇനി അതല്ല, നമ്മളൊരു ആവശ്യത്തിൽ നമ്മളൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ച് പോയി, പൈസ എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമാണല്ലോ. അത് എളുപ്പത്തിൽ പ്രത്യേകിച്ച് പ്രോസസ്സൊന്നും ഇല്ലാതെ കിട്ടുമെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഏതൊരാളും അത് അവൈൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിപ്പോയാൽ തന്നെയും ഇതുപോലത്തെ എന്തെങ്കിലും ത്രെട്ടുകൾ ഉണ്ടാവുകയോ വാട്സാപ്പ് വഴിയുള്ള ഭീഷണിയോ അല്ലെങ്കിൽ കോൺടാക്ട്സിലോട്ട് അനാവശ്യമായ കോളുകൾ വരികയോ ഹറാസ്മെൻറ്റ് കോൾസോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സൈബർ സെല്ലിനെ ഇൻഫോം ചെയ്യുക. 1930 എന്നുള്ള കംപ്ലയിൻറ്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്താൽ വളരെ എഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് അതിനെ നിർത്താൻ പറ്റും. അതുപോലെ ഈ ഇല്ലീഗൽ ആപ്സ് ഫംഗ്ഷൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റായിട്ട് പറ്റില്ലെങ്കിൽ അവരുടെ ത്രെട്ടുകളിൽ നിന്ന് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ അവർ ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ അവർക്കത് എൻഫോഴ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മളുടെ കീ എന്ന് പറയുന്നത് നമ്മളുടെ നിശബ്ദത, നമ്മളുടെ സൈലൻസാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. കൂടിപ്പോയാൽ നമ്മളൊരു ഫോട്ടോ അയക്കുമായിരിക്കും, മോർഫ്ഡ് പടങ്ങൾ അയക്കുമായിരിക്കും, അതെല്ലാം തന്നെ നമുക്ക് നിയമപരമായിട്ട് ഹാൻഡിൽ ചെയ്യാം. നമ്മളുടെ ഭയവും നമ്മളുടെ നിശബ്ദതയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. അതിന് വീഴാതിരിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.